നമസ്കാരം, ഞാൻ കാവല ശശികുമാർ. അറിഞ്ഞോ, സോണിയാഗാന്ധി മകൾ പ്രിയങ്ക ഗാന്ധിയെ കാണുവാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ മന്ദിർമാർഗിലെ പോലീസ് സ്റ്റേഷൻ്റെ ലോക്കപ്പിന് മുമ്പിൽ ചെന്നു. വളരെ വൈകാരികമായി നമുക്കതിനെ കാണാൻ പറ്റും. മകൾ ജയിലിലായി, പ്രായമായ പല രോഗങ്ങൾക്ക് ചികിത്സ നടത്തുന്ന സോണിയാഗാന്ധി മകളെ കാണുവാൻ വേണ്ടി ജയിലിൽ, മകളെ പ്രധാനമന്ത്രിയായി കാണുവാൻ വേണ്ടി മോഹിച്ചിരിക്കുന്ന ഒരമ്മയ്ക്ക് മകളെ ജയിലിൽ കാണുന്നത്, ജയിലെന്ന് പറഞ്ഞാൽ ലോക്കപ്പ്, ജയിൽ ഒരു ദിവസത്തേക്കും കുറഞ്ഞ ദിവസത്തേക്ക് ശിക്ഷയ്ക്ക് മുമ്പ് പാർപ്പിക്കുമ്പോഴതിനെ ലോക്കപ്പ് എന്ന് പറയാം. അങ്ങനെ ലോക്കപ്പിൽ ആയി കഴിയുന്നത് കാണുന്നത് വലിയ സങ്കടകരമായ വാർത്തയാണ്. ഏത് അമ്മയ്ക്കും വലിയ സങ്കടകരമായ വാർത്തയാണ്. ഇനി ആ ലോക്കപ്പിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി ഒരു ഇന്ദിരാഗാന്ധി പണ്ട് തിരിച്ചു വന്നതുപോലെ, അധികാരത്തിൽ തിരിച്ചു വന്നതുപോലെ ഒരു വരവ് വരും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്കുണ്ടാവാം. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സ്നേഹിക്കുന്ന ആളുകൾക്കുണ്ടാവാം. നടക്കട്ടെ, അവർ ആഗ്രഹിക്കുന്നതിന് തെറ്റില്ല, അങ്ങനെ സാധിക്കുന്നതും തെറ്റില്ല. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് എത്രയോ നേതാക്കളെ ജയിലിലടച്ചു, എത്രയോ പാവപ്പെട്ട അമ്മമാരുടെ മക്കളെ പീഡിപ്പിച്ച് ജയിലിലടച്ചു, എത്രയോ ആളുകളെ അതിക്രൂരമായി നിർദാക്ഷിണ്യം ഒരു മുന്നറിയിപ്പുമില്ലാതെ പാതിരാത്രിക്കൊക്കെ പിടിച്ചുകൊണ്ടുപോയി ഭക്ഷണം പോലും കൊടുക്കാതെ ജയിലിനകത്താക്കി ഉരുട്ടി കൊന്ന ഒരു രാജൻ്റെ കാര്യം നമുക്ക് മലയാളികൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ധാരാളം പേര്, ഇന്ന് ജീവച്ഛവമായിരിക്കുന്ന ആൾക്കാർ, മരിച്ചുപോയ ആൾക്കാർ ഒക്കെ ധാരാളം ആൾക്കാർ, അങ്ങനെ ധാരാളം അമ്മമാരെ കണ്ണീരെ കുടിപ്പിച്ച ആളായിരുന്നു ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും. അങ്ങനെ ആ ഇന്ദിരാഗാന്ധിക്കും കിട്ടിയതുപോലത്തെ ഒരു ശിക്ഷ, അവർ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞ സമയത്ത് അവർക്കെതിരെയുള്ള കേസിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അങ്ങനെ ആ ജയിലിൽ നിന്ന് അവർ തിരിച്ചു വന്നു, അധികാരത്തിൽ വന്നു, വീണ്ടും പ്രധാനമന്ത്രിയായി എന്നുള്ളത് വേറൊരു ചരിത്രം. പക്ഷേ എല്ലാ ആൾക്കാർക്കും ഇന്ദിരാഗാന്ധി ആകാൻ പറ്റില്ലല്ലോ. ഇന്ദിരാഗാന്ധിയെ അന്നത്തെ മൊറാർജി ദേശായിയുടെ ഭരണത്തിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും അല്ല അവർ അധികാരത്തിൽ തിരിച്ചു വന്നത്. അത് വൈകാരികമായി നമുക്ക് പറയാവുന്ന കാര്യമാണെങ്കിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഇന്ദിരാഗാന്ധിയെ ഇലക്ഷനിൽ തോൽപ്പിച്ച പാർട്ടികൾക്ക് ഭരണത്തിലിരുന്ന സമയത്ത് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അതിനു മുമ്പ് ജനസംഘമായിരുന്ന പാർട്ടി ജനതാ പാർട്ടിയായി ഈ മൊറാർജി ദേശായിയുടെ ഭരണത്തിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് പെട്ടെന്ന് ഈ BJP പഴയ ജനസംഘമായിരുന്ന ആളുകൾക്ക്, ഇപ്പോഴത്തെ BJPയിലെ ആൾക്കാർക്ക് അന്ന് സർക്കാരിൽ ഭരണത്തിലേക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു എന്നുള്ള കാരണം കൊണ്ടോ, അല്ലെങ്കിൽ അവർ അധികാരത്തെ തുറന്നു കഴിഞ്ഞാൽ അവർ പ്രത്യേക പാർട്ടിയായി വീണ്ടും വന്നേക്കുമെന്നുള്ള ഭയം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് സർക്കാർ വീണതും ഇന്ദിരാഗാന്ധി തുറന്ന് അധികാരത്തിൽ വന്നതും. എന്തായാലും അതൊരു റിവഞ്ചായിരുന്നു. ഏറെ പേരെ ജയിലിലടച്ച ഇന്ദിരാഗാന്ധിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇങ്ങനെയാണ് കാലത്തിൻ്റെ, ചരിത്രത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ കാവ്യനീതി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. അങ്ങനെയാണ് അടി കൊടുക്കുന്ന ആൾക്കാർക്ക് തിരിച്ചടി കിട്ടും. അത് അടി കൊടുത്തിരിക്കുന്നത് അനീതിയിലാണെങ്കിൽ, അക്രമത്തിലാണെങ്കിൽ, അത് തെറ്റായ മാർഗ്ഗത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും അത് തിരിച്ചു കിട്ടിയിരിക്കും എന്നുള്ളത് സത്യമാണ്. ഇതുപോലെ തന്നെയാണ് എൽ കെ അദ്വാനി 1990 ഒക്ടോബർ 23 എൽ കെ അദ്വാനിയെ ബീഹാറിലൂടെ രാമരഥയാത്ര നടത്തുന്ന സമയത്ത് ലല്ലു പ്രസാദ് യാദവ് അറസ്റ്റ് ചെയ്ത് അന്നത്തെ ബീഹാറിലെ സർക്യൂട്ട് ഹൗസിൽ തടങ്കലിൽ പാർപ്പിച്ചു. അതേ എൽ കെ അദ്വാനിയുടെ ആ അറസ്റ്റ് BJPയുടെ ഒരു മുന്നേറ്റത്തിന് വഴിതെളിച്ചു. രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണമായി. ഭാരത രാഷ്ട്രീയത്തിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി. അതേ ലല്ലു പ്രസാദ് യാദവിനെ കുംഭകോണ കേസിൽ, ഫോർഡർ കുംഭകോണങ്ങളിൽ കന്നുകാലിക്ക് വെച്ചിരുന്ന ഫണ്ട് വെട്ടിച്ച കേസിൽ ആ ലല്ലു പ്രസാദ് യാദവിനെ ബീഹാറിലെ സർക്യൂട്ട് ഹൗസിൽ താമസിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു കേസാണ് ഈ സോണിയാഗാന്ധിയും P ചിദംബരവും ഒക്കെ കൂടി ചേർന്ന് ആസൂത്രണം നടത്തിയ ലല്ലു പ്രസാദ് യാദവുണ്ട്. അവരെല്ലാം കൂടി ചേർന്ന് ആസൂത്രണം നടത്തി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയെ, ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായെ, ഇവരെയൊക്കെ ജയിലിലാക്കുവാൻ വേണ്ടിയിട്ട് അവരെ മാത്രമോ, ആഭ്യന്തര വകുപ്പിലുണ്ടായിരുന്ന RVS മണിയുടെ വെളിപ്പെടുത്തലനുസരിച്ചാണെങ്കിൽ അവരെ മാത്രമല്ല പല പ്രസ്ഥാനങ്ങളെയും, രാഷ്ട്രീയ സ്വയംസേവക സംഘം പോലെയുള്ള പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ പദവിയിലുള്ള ആൾക്കാരെയും, അതിന് സർസംഘചാലകനെ ഉൾപ്പെടെ കേസിൽ പ്രതിയാക്കുവാനും ചോദ്യം ചെയ്യുവാനും ലോക്കപ്പിലാക്കുവാനും ജയിലിലാക്കുവാനും നടത്തിയ ഗൂഢ ആലോചനയുടെ സൂത്രധാരൻ, അതിൻ്റെ മുഖ്യ കണ്ണി P ചിദംബരമാണ്. ആ P ചിദംബരത്തിനെ അഴിമതി കേസിൽ, INX മീഡിയ കേസിൽ CBI അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിൽ പാർപ്പിച്ചു. അങ്ങനെയാണ് തെറ്റായ വഴിക്ക് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കിട്ടിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധിയുടെ കാര്യത്തിലും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയങ്ക ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുമ്പിലേക്ക് നടത്തിയ റാലി മാത്രമല്ല, ആ റാലി നിയമലംഘനമാണ്. ഡൽഹി പോലീസിൻ്റെ ചട്ടപ്രകാരം നിയമലംഘനമാണ്. അതിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കേസ് കൊടുക്കാം, നിയമ നടപടികളോട് മുന്നോട്ട് പോകാം. അങ്ങനത്തെ ക്രിമിനൽ പ്രൊസീജിയറിന് വേണ്ടിയുള്ള വകുപ്പുകൾ അതിൻ്റെ ഉണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ PMOയിലേക്ക് നടത്തിയ ധർണ
ആ പ്രതിഷേധ പ്രകടനം അവിടെ നടത്തിയതിൽ ആഹ്വാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് ശ്രീലങ്കയിൽ, നേപ്പാളിൽ, ബംഗ്ലാദേശിൽ, പാകിസ്ഥാനിൽ, മ്യാൻമാറിൽ ഒക്കെ നടത്തിയ സർക്കാരിനെതിരെ, ഭരണകക്ഷിക്കെതിരെ, ഭരണത്തിനെതിരെ, ഭരണസ്ഥാപനങ്ങൾക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ യുദ്ധപ്രഖ്യാപനം പോലെ നിങ്ങൾ ധർണയിരിക്കേണ്ടത് ജന്തർ മന്ദറിലല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക്, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വരൂ എന്ന് നടത്തിയ പ്രഖ്യാപനമുണ്ടല്ലോ, ആ പ്രഖ്യാപനത്തിന് കിട്ടിയൊരു മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പ് കരുതിയിരുന്നില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലം ഇതിനേക്കാൾ ദോഷം ഉണ്ടാക്കുന്നതാവും എന്നാണ് വാസ്തവത്തിൽ കാണുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. നമ്മുടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെട്ട ഒരു ഹെറാൾഡ് കേസുണ്ട്. ആ ഹെറാൾഡ് കേസിൽ ക്രിമിനൽ കേസുണ്ട്, അതിനകത്ത് സ്വത്ത് തട്ടിപ്പ് കേസുണ്ട്, പലതരത്തിലുള്ള കേസുകളുണ്ട്. ആ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാകുകയും അത് കൃത്യമായി അന്വേഷണം നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ സോണിയാഗാന്ധിക്കും ഒരു പക്ഷേ ജയിലിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമസ്കാരം, വീണ്ടും കാണാം.